രാജേഷ് കൊണ്ടുവന്ന ഇഷ്ടിക കട്ടകളെല്ലാം കൂടി പെറുക്കിയെടുത്ത് ഓടാനാണ് സന്ദീപ് വാര്യരുടെ വെല്ലുവിളി. പാലക്കാട് മദ്യക്കമ്പനി വിഷയത്തിൽ വാഗ്വാദങ്ങൾ മൂർച്ഛിക്കുകയാണ്. കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഒയാസിസ് കമ്പനിക്ക് ഡൽഹി മദ്യ അഴിമതിയുമായി ബന്ധമുണ്ടെന്നും കൂടാതെ ഈ കമ്പനി മുൻ NDA MLA ഉടമസ്ഥതയിലുള്ളതാണെന്നും സന്ദീപ് പറഞ്ഞു. കമ്പനിക്ക് വേണ്ടി മന്ത്രി MP രാജേഷ് നിലകൊള്ളുന്നുവെന്നും കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറെ പോലെ പ്രവർത്തിച്ച് നിയമലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. 2016 മദ്യ ഉപഭോഗം കുറയ്ക്കും എന്ന മദ്യവർജന നയം പ്രഖ്യാപിച്ചാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ പ്രഖ്യാപനങ്ങളെല്ലാം കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായ മദ്യക്കമ്പനിക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂട നീക്കമാണ് നിലവിലുള്ളത്. സന്ദീപ് വാര്യരുടെ വാക്കുകളിലേക്ക് പോകാം. ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് MP രാജേഷ് പ്രവർത്തിക്കുകയാണ്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ ഒയാസിസ് കമ്പനി ഡൽഹി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. BJP നേതാവുമായി ബന്ധമുള്ള കമ്പനിയാണ്. NDA ഭരണത്തിൽ MLA ആയിരുന്ന ഒരാളുടെ കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി. അതുകൊണ്ട് തന്നെ ഈ കമ്പനി എന്ന് പറയുന്നത് BJP CPM ബാന്ധവത്തിന്റെ തെളിവ് കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ വിചിത്രമായിട്ടുള്ള ചില രീതികളാണ് നടക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്തിലെ ജനങ്ങൾ ഈ ബ്രൂവറിക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം, അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി, അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി വലിയൊരു പ്രക്ഷോഭം നടത്തുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ പുതുശ്ശേരിയിലെ പഞ്ചായത്ത് വെള്ളം കൊടുക്കാവുന്ന വിചിത്രമായിട്ടുള്ള വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പുതുശ്ശേരി പഞ്ചായത്താണെങ്കിലും എലപ്പുള്ളിയാണെങ്കിലും ഈ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാക്കനിയായിട്ടുള്ള പ്രദേശമാണ്. ഇവിടുത്തെ വീട്ടമ്മമാർ കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ ഇപ്പോഴും നടക്കേണ്ട ഗതികളിലാണ്. ആ ഒരു പ്രദേശത്താണ് ഇതുപോലെ കുടിവെള്ളം ദുരുപയോഗിച്ചുകൊണ്ട് ജലചൂഷണത്തിന് പുതുശ്ശേരി പഞ്ചായത്ത് തന്നെ മുൻകൈയെടുക്കുകയാണ്. സാധാരണഗതിയിൽ പഞ്ചായത്ത് ഭരണസമിതികൾ ഈ കുടിവെള്ള ചൂഷണത്തിന് എതിരായി നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. പക്ഷേ ഇവിടുത്തെ ഈ ജനങ്ങളെ മുഴുവൻ ഇപ്പൊ ഇലക്ഷൻ എന്തായാലും കുഴപ്പമില്ല, ഈ മദ്യ കമ്പനിക്ക് ഒയാസിസ് എന്ന് പറയുന്ന മദ്യ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് MP രാജേഷ് പ്രവർത്തിക്കുകയാണ്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ ഒയാസിസ് കമ്പനി ഡൽഹി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. BJP നേതാവുമായി ബന്ധമുള്ള കമ്പനിയാണ്. NDA ഭരണത്തിൽ MLA ആയിരുന്ന ഒരാളുടെ കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി. അതുകൊണ്ട് തന്നെ ഈ കമ്പനി എന്ന് പറയുന്നത് BJP CPM ബാന്ധവത്തിന്റെ തെളിവ് കൂടിയാണ്. ആ BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് ഈ ഒയാസിസ് കമ്പനി വന്നിട്ടുള്ളത്. രാജേഷ് പറയേണ്ടത് ഈ ഒയാസിസ് കമ്പനി ഇവിടെ നടത്തണമെന്നുള്ളത് ഈ PM ശ്രീ പോലെ മോദിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് രാജേഷും പിണറായി വിജയനും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഇഷ്ടിക പോലും മദ്യ കമ്പനിയുടേത് പാലക്കാട് ജില്ലയിൽ എവിടെയും വെക്കാൻ സമ്മതിക്കില്ല.